നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇൻഡിഗോ എയർലൈൻസ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു എയർലൈൻ കമ്പനിയാണ്. ഇവര് കുറേ അധികം തസ്തികകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും ഒട്ടനവധി അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ എയർപോർട്ടുകളിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എയർപോർട്ടുകളിലൊക്കെ ഒട്ടനവധി തസ്തികകളിലേക്ക് ഇൻഡിഗോ ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റു ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് ബികോം, എംകോം, BBA, MBAക്കാർക്ക് കേരളത്തിലെ ഒരു കമ്പനിയിലേക്ക് ഏതാണ്ട് 50ഓളം ഒഴിവുകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട്, അത് ഫ്രഷേഴ്സിന് പ്രത്യേകിച്ച് 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 2025 പാസ് ഔട്ട് ആകുന്നവർക്ക് വരെയുള്ള അവസരങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തരുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ഇൻഡിഗോയിലെ മറ്റ് അവസരങ്ങളും ഒക്കെ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് 2 അപ്ഡേറ്റ്സ് ക്വിക്കായിട്ട് ഒന്ന് അറിയിച്ചു കൊള്ളട്ടെ. ടെക്റ്റൻഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻഫോ പാർക്കുള്ള ഒരു കമ്പനിയുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ BTech, അതേപോലെ MCA, അതുപോലെ BCA, BSCക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഡേറ്റും ടൈമും ഒക്കെ സൂചിപ്പിച്ചിരുന്നത് 31 ഓഗസ്റ്റ് ആയിരുന്നു. 10:30 റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ അവരുടെ ഒരു അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്, അറ്റൻഷൻ ടു ഓൾ രജിസ്റ്റേർഡ് കാൻഡിഡേറ്്സ് ഡ്യൂ ടു ദ ഹൈ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ്, എക്സാം സെന്റർ ഡേറ്റ് ആൻഡ് ടൈം ഹാസ് ബീൻ ചേഞ്ച്ഡ്. അപ്പം ഈ 10:30 ഈ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ളതിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് അവരെ അറിയിക്കുന്നത്. പുതിയ എക്സാം സെന്റേഴ്സ് അവർ പറയുന്നത് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതേപോലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുന്നപ്രയുണ്ട്, അതേപോലെ ഇൻഫോ പാർക്ക് ചേർത്തലയുണ്ട്. അപ്പം അവർ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമും വെന്യൂവും ഡേറ്റും സൂചിപ്പിച്ചുകൊണ്ടുള്ള മെയില് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെയില് രജിസ്റ്റർ ചെയ്തവരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടെക്ജൻഷ്യ എന്ന കമ്പനിയുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ. വിദേശ പഠനത്തിന് ഏറ്റവും മികച്ച അവസരം എന്ന നിലയിൽ USA പഠിക്കുന്നതിനുള്ള ഒരു അവസരം, പ്രത്യേകിച്ച് ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ വെറും 6.5 ലക്ഷം രൂപ തുടക്ക ഫീസിൽ പഠിക്കുന്നതിനുള്ള അവസരം, അതും വിസ കിട്ടിയതിന് ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതി എന്നുള്ള അവസരം. UK യിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ IELTS 6 മാത്രം മതി, GRE GMAT ഒന്നുമില്ലാതെ സ്റ്റേ ബാക്കോടെ 3 ഇയർ സ്റ്റേ ബാക്കോടെ ഒക്കെ US പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഞാൻ മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പലവട്ടം സൂചിപ്പിച്ചിരുന്നു. ഈ അവസരം വിശദമാക്കുന്ന ഒരു വെബിനാർ സെപ്റ്റംബർ 8 ഞായറാഴ്ച ഞാനും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും നയിക്കുന്നുണ്ട്. മറ്റൊരു വെബിനാർ അയർലൻഡിലെ അവസരങ്ങൾ വിശദമാക്കുന്ന വെബിനാറാണ്. അത് സെപ്റ്റംബർ 1 ഞായറാഴ്ച. 2 വെബിനാറും 7 മുതൽ 8 വരെ ഈവനിങ് ആയിരിക്കും. അപ്പോൾ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ 2 അവസരം, 2 മികച്ച അവസരങ്ങളാണ്. ഇത് മനസ്സിലാക്കണമെന്നുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഞാൻ നമ്മുടെ കേരളത്തിൽ മാത്രം ഏതാണ്ട് 50ഓളം ഒഴിവുകളിലേക്ക് നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. ഈ അവസരം BCom, BBA, അതുപോലെ MCom, MBAക്കാർക്കൊക്കെയുള്ള അവസരമാണ്. പൈ, അതിന്റെ കൃത്യമായിട്ടുള്ള പേര് പെറിയൻ സർവീസസ് എന്നുള്ളതാണ്. ഇവര് ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. ഏതാണ്ട് 14 രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങളുള്ള, നമ്മുടെ ഇന്ത്യയിൽ ജയ്പൂറും ബാംഗ്ലൂരിലും ഇപ്പോൾ കേരളത്തിലും ഒക്കെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഏതാണ്ട് 2000-ലധികം ആൾക്കാരെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവര് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് P2P അക്കൗണ്ട്സ് പേയബിൾ പ്രോസസ്, ഈ ഒരു റോളിലേക്കായിരിക്കും ഹയർ ചെയ്യുക. ഇതിന്റെ സാലറി അത്ര മികച്ച ശമ്പളമൊന്നുമല്ല. ഡിഗ്രിക്കാർക്ക് 1.8 lakh പെർ ആനം ടു 2 lakh പെർ ആനം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. PGക്കാരുടെ ശമ്പളം മെൻഷൻ ചെയ്തിട്ടില്ല. കൊച്ചിയിലേക്കായിരിക്കും ഇവർ ഹയർ ചെയ്യുക. ആദ്യം നിങ്ങൾ സെലക്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും, 2 to 3 months ട്രെയിനിങ്. അതിന് നിങ്ങൾ ബാംഗ്ലൂർ പോകേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഷിഫ്റ്റ് ടൈമിങ്സ് 9 to 6 PM എന്നുള്ളതായിരിക്കും. 9 തൊട്ട് 6 മണി വരെ ആയിരിക്കും. അഡീഷണൽ അവേഴ്സ് ഡിമാൻഡ് അനുസരിച്ച് ജോലി ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 50 ഒഴിവുകളാണ് ഇപ്പോൾ കേരളത്തിൽ ലഭ്യമായിരിക്കുന്നത്.
അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇങ്ങനെയാണ്: BCom, BBA അല്ലെങ്കിൽ MCom, MBA, ഫൈനാൻസ് അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് മേഖലയിൽ മറ്റ് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 60% മാർക്ക്, അത് ഡിഗ്രിക്ക്, ഇനി PGക്കാരാണെങ്കിൽ ഡിഗ്രിക്കും PGക്കും റിസൾട്ട് വന്നവരെയൊക്കെ 60% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവരെയാണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുക. ഓർക്കുക, ഇങ്ങനെയുള്ളവർക്ക് ബേസിക് അക്കൗണ്ടിങ് നോളജ്, എക്സലിൻ്റെ നോളജും ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ട് ആയാൽ ഇമീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ jobsbreach.com എന്ന സൈറ്റിൽ പോയിട്ട് കമ്പനിയുടെ പേര് വെച്ച് സെർച്ച് ചെയ്തും ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഈ 2024 ബാച്ച്, അതായത് ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ളവരുടെ ഇങ്ങനെ ഒരു അവസരമാണെങ്കിൽ 2025 പാസ് ഔട്ട് ആകുമ്പോൾ, അതായത് ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ജസ്റ്റ് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ചാനലിൽ മുൻപ് സൂചിപ്പിച്ച ഒരു അവസരമാണ്. TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയാണ് അല്ലേ. അവര് BCom, BBA, അതേപോലെ തന്നെ BSc ഇങ്ങനെയുള്ളവരെ, BA-കാരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. BSc എന്ന് പറയുമ്പോൾ മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT ഒഴിച്ചുള്ള BSc-കാരെയാണ്. അതേപോലെ BCom, BA, BBA ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. TCS BPS, ബിസിനസ് പ്രോസസ് സർവീസസ് ഹയറിംഗ് ആണ്. അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 11th September ആണ്. അതിന് നല്ല ശമ്പളമുണ്ട്, 4 to 6 lakhs per annum വരെ ശമ്പളമുള്ള, ഒരു 50,000-ലൊക്കെ അധികം ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പം നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള TCS ലൊക്കേഷനുകളിലേക്കൊക്കെ ആയിരിക്കും ഈ ഹയറിംഗ് നടക്കുക. ഇതിനെ വളരെ വിശദമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഓർക്കുക, September 11 വരെ സമയമുണ്ട് എന്നുണ്ടെങ്കിലും കഴിയുന്നതും ആദ്യം രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിന്റെ ടെസ്റ്റ് ലൊക്കേഷൻ TCSന്റെ ഓരോ ജില്ലകളിലുമുള്ള ടെസ്റ്റ് സെന്റേഴ്സ് ആണ്. പക്ഷെ അത് പെട്ടെന്ന് ഫില്ലായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിന് വെളിയിലൊക്കെ പോയി പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇൻഡിഗോയുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ ലഭ്യമായിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ അവസരങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ഇൻഡിഗോ കരിയേഴ്സ് ഇവരുടെ കരിയർ പേജാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിഗോ കരിയേഴ്സിൽ സെർച്ച് ആൻഡ് അപ്ലൈ എന്നുള്ള ലിങ്കിൽ കൊടുത്താൽ ഈ അവസരങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. തിരുവനന്തപുരം എടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് കുറേയധികം തസ്തികകളിൽ ഒഴിവുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് മറ്റൊരു ലൊക്കേഷൻ, കേരളത്തിലെ തന്നെ കൊച്ചി എടുത്താൽ കൊച്ചിയിലും അവസരങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൊച്ചിയിലെ അവസരങ്ങൾ കാണാം. എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് 25 ഓഗസ്റ്റിലൊക്കെ വന്ന അവസരങ്ങളാണ്. അതുകൂടാതെ കണ്ണൂർ എടുത്താൽ കണ്ണൂരെ അവസരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഇവിടെ വന്നാൽ കണ്ണൂരെ അവസരങ്ങൾ കാണാനായിട്ട് സാധിക്കും. കോഴിക്കോടും അവസരങ്ങളുണ്ട്, കോഴിക്കോട് അവസരങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒട്ടനവധി അവസരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ ഇപ്പോൾ ഓഫീസർ AOCS ഇതൊന്ന് എടുത്താൽ എന്തായിരിക്കും, ഇതിന് ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. 24 ഓഗസ്റ്റിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള അവസരങ്ങളാണ്. കമ്പനി ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ്, അതായത് ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയാണ്. നല്ലൊരു പങ്ക് മാർക്കറ്റ് ഷെയർ ഇൻഡിഗോയിലാണ്. അപ്പോൾ ഇൻഡിഗോയാണ് ഈ ഹയറിംഗ് നടത്തുന്നത്. ഈ ഒരു പോസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഓഫീസർ AOCS ഈ ഒരു പോസ്റ്റ് ഏകദേശം ഒരു 27,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് ശമ്പളം ലഭ്യമാവുക. ഓർക്കുക, ഇത് ക്യാബിൻ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട സൂപ്പർവിഷൻ ജോലികളായിരിക്കും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 1 year എക്സ്പീരിയൻസ്, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അത് നോൺ ഏവിയേഷൻ സെക്ടറിലാണെങ്കിലും കുഴപ്പമില്ല, ഏവിയേഷനിലോ അല്ലെ നോൺ ഏവിയേഷൻ സെക്ടറിലാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് പ്രിഫർ ചെയ്യുക. +2 അല്ലെങ്കിൽ ഡിപ്ലോമ ഇസ് മാൻഡേറ്ററി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഡിഗ്രിക്കാരാണെങ്കിൽ ഗ്രാജുവേഷൻ ഇസ് മാൻഡേറ്ററി ഫോർ ഫ്രഷേഴ്സ് ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇസ് എസെൻഷ്യൽ. ഇനി ഡിഗ്രിക്കാരാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ +2 ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 1 year എക്സ്പീരിയൻസ് നേടിയിരിക്കണം. വിസിബിൾ ടാറ്റൂസ് ഒന്നും കാണില്ല, ടാറ്റൂസ് ഒന്നും കാണുന്ന കയ്യിലും അല്ല വിസിബിൾ ആയിട്ട് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ റൊട്ടേഷണൽ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാനായിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അവർക്ക് ഈ എയർപോർട്ട് ജോലികൾ എപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് കൂടുതലായിട്ടൊക്കെ വരുന്ന ജോലികളായിരിക്കും എന്നുള്ള കാര്യം അറിയുക. പിന്നെ ഗ്രൗണ്ട് സ്റ്റാഫ് റിലേറ്റഡ് ജോലികളായിരിക്കും.
കസ്റ്റമർ സർവീസ്, റാമ്പ്, സെക്യൂരിറ്റി അങ്ങനെയുള്ള ജോലികളായിരിക്കും. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. റൈറ്റ് ഗ്രൂമിങ് ഇസ് മാൻഡേറ്ററി ഫോർ ദ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ നല്ല ഗ്രൂംഡ് ആയിരിക്കണം. ബിസിനസ് ഫോർമൽ വെയർ, മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ഫോർമൽ വെയർസ് ഒക്കെ ധരിച്ചുകൊണ്ട് വേണം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ റെസ്യൂമെ വിത്ത് കറക്റ്റ് മൊബൈൽ ആൻഡ് ഇമെയിൽ ID, അതേപോലെ പാസ്പോർട്ട് ഫോട്ടോ സ്റ്റാപ്പിൾ ചെയ്തുള്ള റെസ്യൂമെ ഉപയോഗിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് ഫോട്ടോ ഒക്കെ സ്റ്റേപ്പിൾ ചെയ്ത ഇമെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ കറക്റ്റായിട്ടുള്ള റെസ്യൂമെ ഒക്കെ ആയിട്ട് വേണം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. അതേപോലെ പ്രീവിയസ് എംപ്ലോയ്മെന്റ് ലെറ്റേഴ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരുണ്ട്, അതൊക്കെ കയ്യിൽ കരുതണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് സൂചിപ്പിക്കാം. ക്യാബിൻ അപ്പിയറൻസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ് AOCS എന്നുള്ളത്. അപ്പോൾ ക്യാബിനൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയായിരിക്കും. അപ്പോൾ ഇതെന്താണ് ആ ജോലിയുടെ ഒരു ചുമതല എന്താണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ദ പൊസിഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാബിൻ ഗ്രൂമിംഗ് ഓഫ് ദ ബേസ് ആസ് വെൽ ആസ് ട്രാൻസിറ്റ് ഫ്ലൈറ്റ്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടാണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ട് ബേസ് ആയിട്ടുള്ള പ്ലെയിനുകളിലും, അതുപോലെ തിരുവനന്തപുരത്ത് വന്നു പോകുന്ന പ്ലെയിനുകളുടെയും ഒക്കെ ക്യാബിന് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതിന്റെ സൂപ്പർവിഷൻ ആയിരിക്കും നിങ്ങളുടെ ജോലികൾ. കോർഡിനേഷൻ വിത്ത് ദ ഇന്റേണൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ ഔട്ട്സോഴ്സ് ക്ലീനിങ് ഏജൻസി. അതായത് ഈ പ്ലെയിനുകളൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഒരു ഔട്ട്സോഴ്സ് ക്ലീനിങ് ഏജൻസി ആയിരിക്കും. പക്ഷെ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഡിഗോയിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ആ ഫ്ലൈറ്റിന്റെ ക്യാബിൻ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചുമതല. അപ്പം ക്യാബിൻ ഗ്രൂമിംഗ് ടാസ്ക് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ദ പേഴ്സണൽ സൂപ്പർവിഷൻ. നിങ്ങളുടെ സൂപ്പർവിഷനിലായിരിക്കും ഈ ക്യാബിൻ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഡിഗോ സ്റ്റാൻഡേർഡ് പ്രകാരം ക്യാബിൻ ഗ്രൂം ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഈ ഒരു ജോലിയുടെ ടു കീപ് മെയിൻറ്റെയിൻ അപ്ഡേറ്റ് ദ റെക്കോർഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് അറ്റൻഡൻസ് ഓഫ് ദ ഔട്ട്സോഴ്സ് ഏജൻസി. ഔട്ട്സോഴ്സ് ഏജൻസി ചെയ്യുന്ന ജോലികളുടെയൊക്കെ റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ടൈംലി കംപ്ലീഷൻ ഓഫ് ദി ജോബ്, അതായത് ഈ ടേൺ അറൗണ്ട് ടൈം, ഈ ഒരു പ്ലെയിന് വന്നിട്ട് ആളുകളെ ഇറക്കി ക്ലീൻ ചെയ്ത് പുതിയ ആളുകളെ കയറ്റി പോകുന്ന സമയം അത് ഏറ്റവും കുറയ്ക്കുക എന്നുള്ളത് പ്ലെയിനുകൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പ്ലെയിനുകൾ എപ്പോഴും ആകാശത്ത് നിൽക്കുമ്പോഴാണ് കൂടുതൽ വരുമാനം കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കുക വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയുള്ള ക്ലീനിങ് ജോലികളൊക്കെ ടൈംലി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു പോസ്റ്റ്, അതായത് AOCS ഓഫീസർ ജോലികളുടെ ഒരു സ്വഭാവം. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഇവരുടെ ഈ കരിയർ പേജ് വന്നിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് അത് കണ്ടെത്തുക. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു അല്ലേ, ഏത് ജോലിയാണ്, ഏത് ലൊക്കേഷനിലേക്കാണ് എന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ നൗ, ഇവിടെ ഒരു അപ്ലൈ നൗ ഉണ്ട്, അല്ലെ താഴെ വന്നാലും അപ്ലൈ നൗ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കും, ഇമെയിലും പാസ്വേഡും. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിൽ നിങ്ങൾ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെ. സൈനപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നോട്ട് രജിസ്റ്റേർഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ആദ്യം ഇവിടെ വന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരല്ലെങ്കിൽ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് നൽകാനായിട്ട്